ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ച ഒരു റോക്കിംഗ് ചെയർ ആണ്. ഈ ഒരു റോക്കിംഗ് ചെയർ നമുക്ക് ലിവിംഗ് റൂം, അതേപോലെ തന്നെ ബെഡ്റൂം, റീഡിംഗ് റൂം, വരാന്ത, ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെയർ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചില ദിവസങ്ങൾ ഇപ്പൊ മടുത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ചെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ആ ഒരു ഡേ തന്നെ നമുക്കൊരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് മൂഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതിന്റെ ആം റെസ്റ്റ്, ബാക്ക് റെസ്റ്റ് എല്ലാം എർഗണോമിക് ഡിസൈൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആം റെസ്റ്റ് ചെയ്യുന്നിടത്ത് ഈ കർവ് ഉണ്ടായതുകൊണ്ട് ഈ ആം റെസ്റ്റ് നല്ല കംഫർട്ട് വരും. പിന്നെ ചെറിയൊരു ബെൻഡ് ബാക്ക് റെസ്റ്റിൽ വരുന്നതുകൊണ്ട് അതും നമുക്ക് നല്ലൊരു കംഫർട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത്. പിന്നെ ഇത് കൂടാതെ ഇതിന്റെ സ്ട്രക്ചറിന്റെ മെയിൻ ഹൈലൈറ്റ്, നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് ഇത് കൂടുതൽ ആടിക്കഴിഞ്ഞാൽ, സപ്പോസ് ഇങ്ങനെ ആടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മറിയോ ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അത് ഇതിന്റെ കാര്യത്തിൽ വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയതുകൊണ്ട് ഈ മറിയാനുള്ള ചാൻസോ വീഴാനുള്ള ചാൻസോ ഇല്ല. പിന്നെ ഇത് നമുക്ക് ഏത് പ്രായക്കാർക്കും എത്ര സൈസിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ, എത്ര വെയിറ്റുള്ള ഒരാൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിലാണ് ഇത് നിർമ്മിച്ചത്.